കഴിഞ്ഞ കൊല്ലം ഉണ്ടല്ലോ ഏതാണ്ട് ഈ ഒരു സമയത്താണ് കേട്ടോ ലിവർപൂളിൽ നമുക്ക് നമ്മളുടെ ഫസ്റ്റ് സ്നോഫോൾ കിട്ടിയത്. എല്ലാ വർഷവും ഈ ഒരു സമയമാകുമ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഒരു കൊല്ലവും നമുക്ക് എക്സൈറ്റ്മെൻറ്റ് പോവാത്തൊരു സാധനമാണ് നമ്മളുടെ ആദ്യത്തെ സ്നോഫോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രാവശ്യവും മെറ്റ് ഓഫീസ് ലിവർപൂളിൽ സ്നോ പ്രൊഡിക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു വെതറിൻ്റെ ചേഞ്ചസ് കാരണം ഇവിടെ അത് നല്ല മഴയായിട്ട് മാറി. നമുക്ക് ഒട്ടും സ്നോ കിട്ടിയില്ല കേട്ടോ. പക്ഷേ ലണ്ടനിലും സൗത്തിലോട്ടൊക്കെ അത്യാവശ്യം ഒരു സ്നോഫോൾ ഉണ്ടായിരുന്നു. മേജർ ആയിരുന്നില്ല, മൈൽഡ് ഒരു സ്നോഫോൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വലിയൊരു മിസ്സിംഗ് ആയിരുന്നു കേട്ടോ. ഈ കാണുന്നത് കഴിഞ്ഞ കൊല്ലത്തെ നമ്മളുടെ സ്നോഫോൾ, ഫസ്റ്റ് സ്നോഫോളിൻ്റെയാണ്. അത് ഏകദേശം ഒരു നവംബർ 19-20 ആ ഒരു റേഞ്ചിലായിരുന്നാണ് എൻ്റെ ഒരു ഓർമ്മ. നമ്മൾ എല്ലാ കൊല്ലവും ഈ ഒരു വെതർ ചേഞ്ച് ചെയ്ത് വരുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളിങ്ങനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ലുക്ക് ഫോർവേഡ് ചെയ്യുന്ന ഒരു ചേഞ്ചാണ് ഈ ഒരു വിൻ്റർ സീസണിലെ ഫസ്റ്റ് സ്നോഫോൾ. ഈവൻ ദോ എനിക്ക് ആ കോൾഡ് വെതർ ഒട്ടും ഇഷ്ടമല്ലെങ്കിലും എനിക്ക് ഈ മഞ്ഞിങ്ങനെ വീഴുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മളിരിക്കുന്ന ലൊക്കേഷൻ ഉണ്ടല്ലോ ലിവർപൂൾ, ഇവിടെ അധികം സ്നോയുടെ ചാൻസസ് ഇല്ല കേട്ടോ. വർഷത്തിൽ നമുക്ക് 1, 2, 3 പ്രാവശ്യം, മേ ബി 1, 2 ദിവസമൊക്കെ സ്നോ വരുള്ളൂ. ബിക്കോസ് ലിവർപൂൾ ഇരിക്കുന്ന ഒരു ലൊക്കേഷൻ അങ്ങനെയാണ്. നമ്മളുടെ ഐറിഷ് സിയോ ആയിട്ടുള്ള ക്ലോസ് പ്രോക്സിമിറ്റിയും പിന്നെ ഒരു സൈഡിൽ നമ്മളുടെ വെയിൽസിലെ അതായത് വെൽഷ് ഹിൽസ് ഈ ലിവർപൂളിനെ ഇങ്ങനെ ഷീൽഡ് ചെയ്ത് നിർത്തിയേക്കാണ്. അപ്പോൾ അത് കാരണമുള്ള ലോ ടെമ്പറേച്ചറും ഒക്കെ നമുക്ക് നല്ലൊരു സ്നോഫോൾ കിട്ടുന്നതിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ കിട്ടുന്ന സ്നോഫോൾ ഇസ് സോ സ്പെഷ്യൽ ടു അസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഓരോ സീസണിൽ വരുന്ന സ്നോഫോളിനെയും നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങ് എൻജോയ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. കഴിഞ്ഞ കൊല്ലം ഇതുപോലെ സ്നോ ജസ്റ്റ് പെയ്ത് തുടങ്ങിയപ്പോഴേക്കും നമ്മളിങ്ങനെ വെതറും ഒക്കെ നോക്കിയിരിക്കും, എത്രത്തോളം ഉണ്ട്, എത്രത്തോളം കൂടും എന്നൊക്കെ. അങ്ങനെ നമ്മൾ രാത്രിയാകുമ്പം സ്നോ പെയ്യുകയാണെങ്കിൽ ഒരു ഡ്രൈവിനൊക്കെ പോവും, ഫ്രണ്ട്സിനെ വിളിക്കും. പിന്നെ പോയിട്ട് രാത്രിയിൽ ഒരു കോഫിയോ ചായയോ ഒക്കെ കുടിച്ച് ആ ഒരു വൈബുണ്ടല്ലോ, ഭയങ്കര രസമാണ് കേട്ടോ. ഈ ഒരു മഞ്ഞ് പെയ്യുമ്പം ഈ ചെടികളുടെ മേലെയൊക്കെ ഇങ്ങനെ കൊലകുത്തി പൂക്കൾ നിൽക്കുന്ന പോലെ മഞ്ഞ് വീണ് കിടക്കുന്നതാണ് എന്ത് രസമാണെന്നറിയോ. പക്ഷേ ഇത് അൽപ്പായുസാട്ടോ. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ മുന്നേ, ഇവിടുത്തെ വെതർ കാരണം ഈ വീഴുന്ന മഞ്ഞ് അധിക ദിവസം ഇതിങ്ങനെ കിടക്കില്ല. ഒരു 1-2 ദിവസത്തിൽ ഇതങ്ങോട്ട് അലിഞ്ഞ് വെള്ളം പോലെ ആയിപ്പോട്ടോ. അപ്പോഴത്തേക്ക് ഈ ഭംഗിയൊക്കെ പോയിട്ട് ഒരുമാതിരി ചെളിയും ചവറുമായിട്ട് നമുക്ക് പിന്നെ ഇഷ്ടമില്ലാത്തൊരിതാവും. പക്ഷേ ഞാൻ എല്ലാ കൊല്ലവും ഈ ഒരു വ്യൂ ഇങ്ങനെ ക്യാപ്ചർ ചെയ്ത് വെക്കും. നമുക്ക് ഭയങ്കര ഹോൾസും ഭയങ്കര മനസ്സിനിങ്ങനെ സന്തോഷം തരുന്ന ഒരു കാര്യമാണിത്. അതുപോലെ തന്നെയാണ് രാവിലെ ജോലിക്ക് പോകുമ്പോൾ കുറച്ച് മുന്നേ നമ്മൾ ഇറങ്ങി ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അങ്ങനെ ആലോചിക്കുമ്പോഴാട്ടോ ഞാൻ ഈ കാനഡയിലും അല്ലെങ്കിൽ സ്കാൻഡിനേവിയൻ കൺട്രീസിലൊക്കെ ഹെവി സ്നോഫോൾ ഉള്ളിടത്ത് അവർക്കൊക്കെ എന്ത് ബുദ്ധിമുട്ടായിരിക്കില്ല. ഒരു സൈഡിൽ ഇതിൻ്റെ ഒരു എസ്തെറ്റിക്സും അതിൻ്റെ ആ ഒരു നമുക്ക് തരുന്ന ആ ഒരു ഫുൾഫിൽമെൻറ്റ് ഫീലും ഒക്കെ അടിപൊളിയാണ്. പക്ഷേ നമ്മുടെ ലൈഫ് കുറച്ച് ഹാർഡായിരിക്കും അല്ലേ. ഒരുപാട് സ്നോയും കാര്യങ്ങളൊക്കെ വീഴുമ്പോൾ ഈ കാനഡയിലെ -20, -30 എന്നൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് അറിയില്ല അതെങ്ങനെ സർവൈവ് ചെയ്യുന്നു കേട്ടോ. ഹാറ്റ്സ് ഓഫ് ടു ദോസ് പീപ്പിൾ. ഇവിടെ ഒരു -2, 3 ഒക്കെ വന്നാൽ തന്നെ ഞാനിങ്ങനെ വിറച്ച് ചാവാനായ ഒരു അവസ്ഥയാവും. And at the same time, it's a small reminder from the nature that every